എറണാകുളം, തൃശൂർ ജില്ലകളുടെ മലയോര മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം പരിഹരിക്കാൻ സമയബന്ധിതമായി നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ്. നബാർഡ് പദ്ധതി പ്രകാരം ഇവിടങ്ങളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കും. ഫെൻസിംഗ് സ്ഥാപിക്കാൻ സാങ്കേതിക അനുമതി ഉടൻ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അങ്കമാലിയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പി രാജീവ്. നബാർഡ് പദ്ധതി പ്രകാരം ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ 14.62 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇവ സ്ഥാപിക്കാനുള്ള സാങ്കേതിക അനുമതി അടുത്ത ദിവസം തന്നെ ലഭിക്കും. അങ്കമാലി, ചാലക്കുടി എന്നിവിടങ്ങളിലെ വനമേഖലയിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. 3 ഫോറസ്റ്റ് റേഞ്ചുകൾ വരുന്നതിനാൽ CFOയെ നോഡൽ ഓഫീസറായി നിയമിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. കുറച്ചു കാലമായി ചർച്ച ചെയ്യുന്നതാണ് നബാർഡിന്റെ പദ്ധതി. നബാർഡിന്റെ പദ്ധതിക്ക് 14.62 കോടിയുടെ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പദ്ധതി അത് കുറച്ച് വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അപ്പം അത് സംബന്ധിച്ച് ഇന്നിപ്പോൾ ഇവിടെ നിന്ന് തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വനത്തിൻ്റെ ചുമതലയുള്ള ജ്യോതിലാലുമായി ഈ യോഗത്തിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം കൂടി പങ്കെടുത്തിരുന്നു. ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അതിന് സാങ്കേതിക അനുമതി നൽകും. സാങ്കേതിക അനുമതി നൽകിക്കഴിഞ്ഞാൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് 3 റേഞ്ചുകൾ വരുന്നത് കൊണ്ട് CFO അതിൻ്റെ പ്രധാനപ്പെട്ട നോഡൽ ഓഫീസറായി പ്രവർത്തിക്കും. തിങ്കളാഴ്ച തന്നെ അതിൻ്റെ ടൈം ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം ഓരോ ഘട്ടവും പൂർത്തീകരിക്കേണ്ടതെന്ന് കാണും. മലയാറ്റൂർ തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിനാൽ വഴിയോരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും. വൈൽഡ് ലൈഫ് വാച്ചർമാർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുമെന്നും പി രാജീവ് പറഞ്ഞു. വാച്ചർമാർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകണമെന്ന ആവശ്യം വന്നിരുന്നു. അതോടൊപ്പം തന്നെ സോളാർ ലൈറ്റ്, പ്രത്യേകിച്ച് മലയാറ്റൂർ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സോളാർ ലൈറ്റുകൾ ഇല്ലാത്തടങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം അത് വനവകുപ്പ് അക്കാര്യം ചെയ്യാം. അതിനകത്ത് വേറെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ മറ്റ് CSR ഫണ്ടുകൾ കൂടി വിനിയോഗിച്ചുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. എറണാകുളം, തൃശൂർ ജില്ലകളിലെ വന്യമൃഗശല്യം പരിഹരിക്കാനാണ് ഇന്ന് യോഗം ചേർന്നത്. ജനപ്രതിനിധികൾ, കളക്ടർമാർ, DFOമാർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളുടെ ആവശ്യപ്രകാരം എല്ലാ പഞ്ചായത്തിലും ജനജാഗ്രതാ സദസ്സുകൾ നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. ജനം, കൊച്ചി.